ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ ഫാമിലിയായിട്ട് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് ഗ്രീൻ മസാലയൊക്കെ പുരട്ടിയിട്ടാണ് ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മസാലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ അജ്മാനിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉള്ള സമയമായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ട്രാഫിക്കിൽ വിട്ടുപോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എത്തിയത്. അബുദാബിയിലെ അൽവത്ബ ലേക്കിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ ബാർബിക്യൂന് പോകുന്നത്. അപ്പോൾ നമുക്ക് അജ്മാനിൽ നിന്ന് അത്യാവശ്യം നല്ല റണ്ണിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു 3 മണിയാകുമ്പോഴേക്കും അൽവത്ബ ലേക്കിൻ്റെ അവിടെ എത്താമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ 2 ദിവസം മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബാർബിക്യൂ ഡേ ആണിത്. അപ്പം ഓരോ കാരണം കൊണ്ട് എല്ലാവർക്കും ലേറ്റായി. അപ്പോൾ അബുദാബിയിൽ നിന്ന് ഇക്കാൻ്റെ ജ്യേഷ്ഠനും ഫാമിലിയും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ അജ്മാനിൽ നിന്ന്, പിന്നെ അതുപോലെ ദുബായിൽ നിന്ന് ഒരു ജ്യേഷ്ഠനും ഫാമിലിയും ഉണ്ട്. പിന്നെ ദുബായിൽ നിന്ന് തന്നെ പെങ്ങളുടെ മോനും ഫാമിലിയും പെങ്ങളും ഉണ്ട്. അപ്പം ഇത്രയും പേരാണ് നമ്മൾ കൂടുന്നത്. പിന്നെ ഇക്കാൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മയും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിലാണ് കേട്ടോ. മരുഭൂമിയിലൂടെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ഇവിടെ ആളുകളൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുക. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് നല്ലതായിട്ട് നിറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ അതാണ് അൽവത്ബ ലേക്ക്. നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. അതിനേക്കാൾ കൂടുതൽ നല്ല ബാത്റൂം സൗകര്യങ്ങളാണ് കേട്ടോ. തൊട്ടടുത്ത് വാഷ്റൂമുകളാണ്. അപ്പോൾ അത് നല്ലൊരു സൗകര്യം തന്നെയായിരുന്നു. പിന്നെ രാത്രി ആയാലും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ ലൈറ്റ് നമ്മളും വെക്കണം. അപ്പോൾ അങ്ങനെ ലേക്കിൻ്റെ സൈഡിലായിട്ട് എല്ലാവരും ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മളും ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മളെത്തുന്നതിന് മുമ്പ് അബുദാബിയിലുള്ള ടീം എത്തി അവർ ഗ്രില്ല് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദുബായിലുള്ള ടീം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും ജോയിൻ ചെയ്തു. അപ്പോൾ അതാ ഗ്രില്ലിങ്ങൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ പ്രത്യേക മസാലയിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നിനും മെച്ചെന്ന് പറയുന്ന പോലെയായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ നമ്മൾ ചായ വെക്കുന്നുണ്ട്. ചായ നമ്മൾ ഉണ്ടാക്കിയിട്ടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലൈവായിട്ട് അവിടെ നമ്മൾ ചായ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ ചിക്കൻ തന്നെ ഒരു ഗ്രീൻ മസാല ക്രീമൊക്കെ ചേർത്തിട്ടുള്ള ഗ്രീൻ മസാലയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് അപ്പോഴന്നെ ആവുന്നത് കുക്ക് ചെയ്ത് എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, വലിയവരും അതുപോലെ തന്നെ എൻജോയ് ചെയ്തു. പിന്നെ പകലത്തെ കാഴ്ച നല്ല അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ പകൽ നമുക്ക് കൂടുതൽ കിട്ടിയില്ല. നമ്മളെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇരുട്ട് വീഴാൻ തുടങ്ങി. കാരണം നമ്മൾ കുറച്ച് ലേറ്റായില്ല എത്താൻ വേണ്ടിയിട്ട്. ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പിന്നെ നമുക്കൊന്നും മറന്നു പോവില്ല. പിന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ സുഖമാണല്ലോ. അപ്പോൾ അങ്ങനെയായിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു റെഡ് കളർ ചിക്കൻ ഗ്രില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഗ്രീൻ കളർ ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആയതെല്ലാവരും ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഗ്രില്ലിൽ ഫിഷ് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കൾ നല്ല കളിയിലായിരുന്നു. പിന്നെ നമ്മൾ ചിലവരൊക്കെ ടെൻറ്റിൽ പോയിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ചെയറൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. സമയം പോയതേ അറിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു ശരിക്കും. നമ്മളൊരു 8 മണിക്ക് തിരിച്ചു പോവാം, സ്റ്റേ ചെയ്യില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ഉമ്മ ഉള്ളത് കാരണം ഉമ്മക്ക് കുറേ ടൈം ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ട്. എന്നാലും ഞങ്ങളൊരു 11-12 മണി വരെയൊക്കെ ആയിരുന്നു കേട്ടോ. ലേറ്റായിട്ടാണ് തിരിച്ചു പോകുന്നത്. UAEയിൽ ഇപ്പോൾ വിൻ്റർ സീസൺ ആണെങ്കിൽ കൂടി ഞങ്ങൾ ബാർബിക്യൂ ചെയ്ത ദിവസം അത്ര തണുപ്പുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കോട്ടെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇടേണ്ട ആവശ്യം വന്നില്ല. ചിക്കനും ഫിഷും കൂടാതെ പ്രോൺസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രോൺസും ഫിഷൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്.
ഇടയ്ക്ക് നമ്മൾ സോസേജും ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയിൽ മക്കൾ മാഷ്മെലോ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫാമിലി പിക്കും എടുത്ത് ലാസ്റ്റ് കുട്ടികൾ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികളായിരുന്നാലും വലിയവരായിരുന്നാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ശരിക്കും നല്ലൊരു മെമ്മറബിൾ നൈറ്റായിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ മോർണിംഗ് ആയി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 4 ഫാമിലി 4 വഴിക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.